നമസ്കാരം സുഹൃത്തുക്കളെ, BK ബൂമിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ ലാപ്ടോപ്പിനകത്ത് SSD അപ്ഗ്രേഡ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോ. SSD അറിയാലോ, സ്റ്റോറേജ് സ്പേസ് ആണ്. ഈ സ്റ്റോറേജ് സ്പേസ് അപ്ഗ്രേഡ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ്. ഇത് ആൾറെഡി 500 GB ഹാർഡ് ഡിസ്ക് ആണ് ഉപയോഗിക്കുന്നത്. ഞാനൊരു 500 GB കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. ഈ SSD വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് റിസർച്ചൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ആ റിസർച്ചിനെ ബേസ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കി. മനസ്സിലാക്കിയ കാര്യങ്ങൾ ഈ വീഡിയോയുടെ കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു SSD പർച്ചേസ് ചെയ്യുന്നതിന് ഗുണകരമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് 500 GB ആണ്. ഞാനൊരു 500 GB കൂടെ വാങ്ങിച്ചു. അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ്. അപ്പം ഇത് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ബാക്ക് പാനൽ ഇളക്കണം. അപ്പോൾ ഇളക്കണമെങ്കിൽ അതിനകത്ത് ഒരു സ്ക്രൂ സെറ്റ് വേണം. എൻ്റെ കയ്യിൽ നല്ല സ്ക്രൂ സെറ്റ് ഇല്ല, അതുകൊണ്ട് സ്ക്രൂ സെറ്റും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്കും കൂടെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പർച്ചേസ് ചെയ്യാം. ഇതും കുഴപ്പമില്ലാത്തൊരു സംഭവമാണെന്ന് തോന്നുന്നു. ഇന്ന് രാവിലെയാണ് ഇതെല്ലാം വന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് സെറ്റ് ചെയ്യാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഓണാക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇത് ഓഫ് ചെയ്യാം. ഇവിടെ പവർ ബട്ടൺ ഞാൻ കോൺഫിഗർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് എനിക്ക് ഓഫ് ചെയ്യാം. ഈ റെഡ് കളറാണ് ഇതിൻ്റെ എൻഡ്. റെഡ് കളർ വന്ന് തീർന്ന് ഷട്ട് ഡൗൺ ആണ് കംപ്ലീറ്റ്. ഓക്കെ, നമുക്ക് ആദ്യം നമ്മളുടെ സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട്, പുതിയ സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് അത് വെച്ചിട്ട് നമുക്ക് ഇടാം. ഓക്കെ, ഇത് സ്റ്റാറാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. സ്റ്റാറാണ് സ്ക്രൂസ് മൊത്തം സ്റ്റാറാണ്. ഈ ഊരുന്ന പരിപാടി ഇങ്ങനെ നടക്കും. ഞാൻ SSDയെ കുറിച്ചിട്ട് കൂടുതൽ കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം. SSDയെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ആദ്യം HDDയെ കുറിച്ച് പറയാം. HDD എന്ന് പറഞ്ഞാൽ ഹാർഡ് ഡിസ്ക് ഡ്രൈവ് എന്നാണ്. അപ്പോൾ അത് പണ്ട് മുതലേ യൂസ് ചെയ്യുന്ന ഒരു സംഭവമായിരുന്നു. അതിനകത്ത് ഡിസ്ക്കാണ്, നമ്മൾ CD കണക്കത്തുള്ള ഫ്ലൈറ്റഡ് ആയിട്ടുള്ള ഡിസ്ക്കാണ് അതിനകത്ത് വരുന്നത്. പക്ഷേ SSD അതല്ല. SSD എന്ന് പറഞ്ഞാൽ ചിപ്പാണ്. നമ്മൾ മെമ്മറി കാർഡ് കണക്കുള്ള ചിപ്പുകളാണ് അതിനകത്ത് വരുന്നത്. SSDയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് എന്നാണ്. എന്നാൽ ഹാർഡ് ഡിസ്കിൻ്റെ HDDയുടെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ ഹാർഡ് ഡിസ്ക് ഡ്രൈവ് എന്നാണ്. പ്രധാനമായും SSD 3 തരത്തിലാണുള്ളത്. ഒന്ന് ആഡിൻ കാർഡ് SSD, രണ്ടാമത് 2.5 ഇഞ്ച് SSD, മൂന്നാമത് M2 SSD. ഈ 3 ടൈപ്പിലുള്ള SSD ആണ് ഇന്ന് നിലവിലുള്ളത്. ഇതിൽ ആഡിൻ കാർഡ് SSD എന്ന് പറഞ്ഞാൽ പണ്ടത്തെ സിസ്റ്റങ്ങളിലെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന SSD ആണ്. അത് പണ്ട് ഉപയോഗിച്ചിരുന്ന PCI സ്ലോട്ടുകളിലാണ് ഈ SSD ഉപയോഗിക്കുന്നത്. എന്നാൽ 2.5 ഇഞ്ച് SSD എന്ന് പറഞ്ഞാൽ സാറ്റ കണക്ടിവിറ്റിയാണ്. നമ്മുടെ ഡെസ്ക്ടോപ്പുകളിൽ ഉപയോഗിക്കുന്ന ഹാർഡ് ഡിസ്കിൻ്റെ സെയിം കണക്ടിവിറ്റിയാണ് ഈ 2.5 ഇഞ്ച് SSDയിൽ ഉപയോഗിക്കുന്നത്. അതിനകത്തൊരു പവർ കേബിളും വരും, പിന്നെ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന കേബിളും വരും. അടുത്ത് നമ്മളിപ്പം ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്ന ടൈപ്പിലുള്ള SSD ആണ്. അത് M2 SSD ആണ്. ഈ M2 SSD ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോഴത്തേക്ക് ഒരുപാട് വെറൈറ്റീസ് ഓഫ് M2 SSD ഉണ്ട്. വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ മെയിൻലി 2 M2 വെറൈറ്റീസ് ആണ് ഞാൻ കണ്ടത്. ആ വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രോട്ടോക്കോളാണ്. ഒന്ന് NVMe പ്രോട്ടോക്കോളും രണ്ടാമത്തെ ലെഗസി പ്രോട്ടോക്കോളും. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ലെഗസി പ്രോട്ടോക്കോളിനെക്കാട്ടിയും 3 times 4 times ഫാസ്റ്ററാണ് NVMe പ്രോട്ടോക്കോൾ. ഈ NVMeയുടെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ നോൺ വോളറ്റൈൽ മെമ്മറി എക്സ്പ്രസ് എന്നാണ്. അപ്പം അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഫാസ്റ്റിൻ്റെ കാര്യം. ഇത് വളരെ എനിക്ക് തോന്നുന്നല്ല 2400 Mbps റീഡിങ്ങും 1900 Mbps റൈറ്റിങ്ങും സ്പീഡുള്ളതാണ്. ഈ NVMe SSD ഉപയോഗിക്കുന്നത് കോമൺലി കണ്ടന്റ് ക്രിയേറ്റേഴ്സാണ്. കാരണം അവരുടെ ആപ്ലിക്കേഷൻസ് ഒക്കെ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ SSD ഉപയോഗിക്കുന്നത്. എന്ന് വെച്ചാൽ ഫോട്ടോഷോപ്പ്, പ്രീമിയർ പ്രോ, ആഫ്റ്റർ എഫക്ട്സ്, മായ അങ്ങനെയുള്ള എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസ് വർക്ക് ചെയ്യുന്നതിന്, സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ NVMe SSD ഉപയോഗിക്കുന്നത്. ഗെയിം കളിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചാകുമ്പോൾ ഇത് വലിയ കാര്യമുള്ള കാര്യമല്ല. അവർക്ക് സാധാ SSD ആയാലും മതി. ബാക്കിയുള്ളവർക്കും സാധാ SSD ആയാലും മതി. ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സാണ് മെയിൻലി ഈ
ടൈപ്പിലുള്ള NVMe SSD ഉപയോഗിക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ SSD ഉപയോഗിച്ചാൽ ഇതുപോലെ നല്ല ഫാസ്റ്റ് ആയിരിക്കും സിസ്റ്റമെല്ലാം. ഇപ്പോൾ ഏത് SSD ഉപയോഗിച്ചാലും നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് SSD ചൂസ് ചെയ്ത് ഉപയോഗിക്കാം. അങ്ങനെ നമ്മളുടെ ലാപ്ടോപ്പിൻ്റെ ബാക്ക് പാനൽ നമ്മൾ ഊരി. അപ്പോൾ ഈ ഇപ്പോൾ ഊരിയത് ആ ചുറ്റിനുമുള്ള ലൈറ്റാണ് കേട്ടോ, LED ലൈറ്റാണ്. അപ്പോൾ സൂക്ഷിച്ച് വരിക, വളരെ സോഫ്റ്റായിട്ടാണ്. ഈ ഫാനിനകത്തൊക്കെ 2 ഫാനുണ്ട്, റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന ഫാൻ, അതിനകത്തൊക്കെ അഴുക്കാണ്, ആ പൊടിയൊക്കെയാണ് ഇരിക്കുന്നത്. അതൊക്കെ ക്ലീൻ ചെയ്യണം, എല്ലാം നമുക്ക് ചെയ്യാം. ഈ സംഭവം ഉണ്ടല്ലോ, ഇത് ബാറ്ററിയാണ്, അത് 2 8GB റാമാണ്. ഈ ഒരു ഭാഗത്താണ് SSD വെക്കുന്നത്. ഇവിടെയാണ് SSD വെക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇനി 2 SSDയും കൂടെ വെക്കാം. മൊത്തം 3 SSDയുടെ പോർട്ടുണ്ട്. നമുക്കിനി നമ്മളുടെ SSD പൊട്ടിച്ച് ഇടാം. വെസ്റ്റേൺ ഡിജിറ്റലിൻ്റെ SSD ആണ് ഞാൻ ഉപയോഗിച്ചത്. $500GB NVMe SSD, ഇതാണ് സംഭവം. നമുക്ക് അതിനകത്ത് ഇടാം. അങ്ങനെ നമ്മളുടെ SSD കണക്ട് ചെയ്തിരിക്കുകയാണ്. നമുക്കിനി ഈ ഫാനിൻ്റെ പൊടിയൊക്കെ അടിച്ചു കളയാം. എന്നിട്ട് ഇത് ഫിറ്റ് ചെയ്ത് നമുക്ക് ഓൺ ചെയ്ത് നോക്കാം. അങ്ങനെ ഞാനിതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. 2 ഹാർഡ് ഡിസ്കും ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, 2 ഹാർഡ് ഡിസ്ക് SSDയും ഇതിനകത്തുണ്ട്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ എങ്ങനെയാണ് SSD ഇടേണ്ടതെന്നും SSDയെക്കുറിച്ചും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഞെക്കുക. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ താഴെ ഇടുക. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഗുഡ് ബൈ.